ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, രാവിലെ സമയം അല്പസമയം തിരുവചനം ധ്യാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ ധ്യാനിച്ചതായ വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിനകത്ത് അതിനോട് ചേർന്ന് 23-ാം സങ്കീർത്തനമത്രേ ഞാൻ വായിച്ച് അല്പസമയം ധ്യാനിച്ചു. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 23-ാം സങ്കീർത്തനം വളരെ സുപരിചിതമായ സങ്കീർത്തനം. നമ്മുടെ കുഞ്ഞു മക്കളെ ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നതായ വാക്യമാണ്: യഹോവ എൻ്റെ ഇടയനാണ്. 23-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. നമുക്കറിയാം, സങ്കീർത്തനം പ്രാരംഭമായി ഞാൻ വായിക്കും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതി പാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നു. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കി. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനം, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിർത്തുവാൻ സാധിക്കുന്നതായ ഒരു സങ്കീർത്തനം. സങ്കീർത്തനങ്ങളൊക്കെ നമുക്കറിയാം, പലപ്പോഴും അത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതാനുഭവത്തോട് ചേർന്ന് നിൽക്കുകയും അത് നമ്മളെ ഏറെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോഴത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ നാം ഒരിക്കലും നനയ്ക്കുകയും ചിന്തിക്കാത്തയും ചെയ്യാത്തതായ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂരിരുളിൻ്റെ അനുഭവം ജീവിതത്തിൽ അടിക്കുമ്പോൾ അവിടെ ബലം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു വലിയ സങ്കീർത്തനമാണ് ഈ 23-ാം സങ്കീർത്തനം. ഈ 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മനോരമ പത്രത്തിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ വന്നതായ ഒരു ആർട്ടിക്കിളാണ്. അതിപ്രകാരമായിരുന്നു: ഒരു ക്രിസ്തീയ സമ്മേളനം നടക്കും. ആ ക്രിസ്തീയ സമ്മേളനത്തിൻ്റെ അവസാനം ചില പ്രോഗ്രാംസുകളുണ്ട്. ആ പ്രോഗ്രാംസിൽ മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ട്. വളരെ വലിയൊരു സദസ്സാണ്. അവിടെ നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാം ഒരു ചെറുപ്പക്കാരൻ ഹോസ്റ്റ് ചെയ്യുന്നു. അന്നത്തെ സദസ്സിനായിട്ടുള്ളതായ ഒരു ചലഞ്ച് 23-ാം സങ്കീർത്തനം അതിമനോഹരമായി ഈ ചെറുപ്പക്കാരൻ
ചൊല്ലി കേൾപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം കൊടുത്തായ ചലഞ്ച്, ആർക്കെങ്കിലും ഇതിലും മനോഹരമായിട്ട് ഈ സങ്കീർത്തനം ചൊല്ലിക്കേൾപ്പിക്കാം, അവർക്ക് പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും. സദസ്സൊക്കെ നിശബ്ദമായി. കാരണം വളരെ മനോഹരമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഈ സങ്കീർത്തനം അവതരിപ്പിച്ചത്. ഇനി അതിലും മനോഹരമായിട്ട് ആരാണ് അവതരിപ്പിക്കുക? അങ്ങനെ അന്യോന്യം നോക്കുന്നതായ സദസ്സ്. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം കുറെ പുറകിൽ നിന്നും ഒരു മുത്തച്ഛി എഴുന്നേറ്റ് നിന്നു. ഒരു വടിയൊക്കെ കയ്യിൽ ഊന്നിയിട്ടുണ്ട്. അവർ പതിയെ മുൻപോട്ട് നടന്നു വരാൻ തുടങ്ങി. ഊന്നുവടിയിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു വരുന്നതായ വല്യമ്മച്ചിയെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് പരിഹാസ ചിരികളൊക്കെ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ വല്യമ്മച്ചി പതിയെ പതിയെ നടന്ന് സ്റ്റേജിൻ്റെ അടുത്ത് വന്നപ്പോൾ അവിടെ നിന്നതായ മാധ്യമപ്രവർത്തകരും ഈ ചെറുപ്പക്കാരനും കൂടെ കൂടി വല്യമ്മച്ചിയെ സ്റ്റേജിലേക്ക് പിടിയെ കയറ്റി. വല്യമ്മച്ചി സ്റ്റേജിൽ കയറി നിന്നു. ഒരു കൈ ഊന്നുവടിയിൽ ഉറപ്പിച്ചുകൊണ്ട് മറുകൈ മൈക്കിൻ്റെ സ്റ്റാൻഡിൽ പിടിച്ചുകൊണ്ട് 23-ാം സങ്കീർത്തനം ചൊല്ലുവാനായിട്ട് തുടങ്ങി. പരിഹാസച്ചിരിയോടുകൂടി അമ്മച്ചിയെ എതിരേറ്റതായ സദസ്സ് അല്പനിമിഷങ്ങൾ കൊണ്ട് കണ്ണുനീരണിയുവാനായിട്ട് വല്യമ്മച്ചി ചൊല്ലുവാനായിട്ട് തുടങ്ങി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികേക്ക് അവൻ എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അടുത്ത വാക്യം വന്നപ്പോഴത്തേക്കും വല്യമ്മച്ചി കരയുവാനായിട്ട് തുടങ്ങി. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. പരിഹാസ ചിരിയുണ്ടായിരുന്നതായ സദസ്സും അമ്മച്ചിയോട് ചേർന്ന് കരയുവാനായിട്ട് വളരെ മനോഹരമായി സങ്കീർത്തനം ചൊല്ലി അവസാനിപ്പിച്ചു. അമ്മച്ചി സ്റ്റേജിൽ നിന്ന് സദസ്സിലേക്ക് മാറി. സമ്മേളനം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചെറുപ്പക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, എത്ര മനോഹരമായിട്ടാണ് താങ്കൾ ആ സങ്കീർത്തനം ചൊല്ലിയത്. എന്നാൽ ആ വല്യമ്മച്ചി അതിലും മനോഹരമായി, താങ്കളുടെ ശബ്ദത്തെക്കാൾ മനോഹരമായി അത് ചൊല്ലിയെന്ന് പറയുവാൻ പറ്റില്ല. എന്നാൽ സദസ്സൊന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആ വല്യമ്മച്ചിയെ കൈയടിച്ച് സ്വീകരിച്ചു. എന്താണ് അതിൻ്റെ കാരണം? ഒരു സങ്കോചവും കൂടാതെ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം, വല്യമ്മച്ചിക്ക് അതിലെ ഇടയനെ അറിയാം. എനിക്ക് 23-ാം സങ്കീർത്തനമേ അറിയത്തുള്ളൂ, വല്യമ്മച്ചിക്ക് അതിലെ ഇടയനെ. എന്താണ് സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത? 23-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 വരെയുള്ള വാക്യങ്ങളിൽ മൂന്നാമതൊരാളായിട്ടാണ് ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ, ഇംഗ്ലീഷിൽ നമ്മൾ ഹി,
നാലാമത്തെ വാക്യത്തിൽ തീരുമ്പോൾ യു ആയി മാറും. വളരെ വ്യത്യാസമാണ്. നാലാമത്തെ വാക്യത്തിൽ കൂരിരുൾ താഴ്വരൂടെ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നില്ല. നിന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മൂന്നാമതായി കണ്ടതായ ഒരുവൻ തന്നോട് കൂടെ ഇരുന്ന് തന്നെ ബലപ്പെടുത്തുന്നതായ, തന്നെ ശക്തീകരിക്കുന്നതായ ശക്തി അവൻ എന്നോട് കൂടെ ഉണ്ട്. കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിൽ തളർത്തിക്കളയുന്നവനല്ല, വിട്ടിട്ട് പോകുന്നവനല്ല, കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. എത്ര വലിയ അനുഗ്രഹമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മെ പ്രകടിപ്പിക്കുന്നത്. ഈ കൂടെ ഇരിക്കുന്ന ദൈവത്തെ, ഈ ഇടയനെ അറിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെമ്പാടും നാം നോക്കുമ്പോൾ നമ്മുടെ സഹോദരവർഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നാം അറിയുന്നവർ പലവിധമായിട്ടുള്ള ഭാരങ്ങളോട് കടന്നു പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ 2.5 മാസമായി ലോക്ക്ഡൗണായിട്ട് റൂമിലിരുന്നു. അനേകായിരങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു. അനേകർ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. പകുതി ശമ്പളം കിട്ടുന്നവർ, 10-1 മാത്രം കിട്ടുന്നവർ, നിലനിന്നു പോകുന്നവർ, അങ്ങനെയുള്ള അനേകായിരങ്ങൾ നമ്മൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ നിന്റെ വേദനയുടെ അനുഭവത്തിൽ, കൂരുകൾ താഴ്വരയുടെ അനുഭവത്തിൽ ഈ ഇടയനെ യഥാർത്ഥമായിട്ട് അറിയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അവൻ കൈവിടുന്നവനല്ല, അവൻ ഉപേക്ഷിക്കുന്നവനല്ല. കൂരിരുളുടെ അനുഭവത്തിൽ ചേർന്ന് നിൽക്കുന്നവനായ ദൈവമാണ്. ശത്രുക്കൾ കാണുക നിനക്ക് വിരുന്നൊരുക്കുന്ന ദൈവമാണ്. നിന്റെ തലയെ എണ്ണകൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. നിന്റെ ഇല്ലായ്മയെ മാറ്റി ഉണ്മയിലേക്ക് നടത്തുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണ് ഈ ദൈവം. പലപ്പോഴും ഈ ദൈവത്തെ നാം അറിയാതെ പോകും. നാം പലപ്പോഴും തിരുവചനം വായിച്ച് പോകുന്നവർ. ഈ ഇടയനായ കർത്താവിനെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ, അറിയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഇടയായിത്തീരണം. ഭാരങ്ങൾ വളരെ ഉണ്ടാകും, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ വളരെ ഉണ്ടാകും, കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നുണ്ടാകും. എന്നാൽ അവിടെ തളരാതെ, പതറാതെ, കൂരിരുൾ താഴ്വരയിൽ കൂടെയിരിക്കുന്നവനായ, കൈ പിടിച്ച് നടത്തുന്നവനായ ഒരു കർത്താവിനെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവെന്ന് ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സഹായിച്ച് ശക്തീകരിക്കും. ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്ര കഥകളെ തുറന്ന് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ നിനക്ക് നൽകുന്നവനാണ് നിന്റെ ദൈവം. ആ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ ഒന്നുമില്ല, ഏതുമില്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരങ്ങളെ, വിവിധ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ രോഗത്തിൽ ഭാരപ്പെടുന്ന അനേകായിരങ്ങളുണ്ട്, വേർപാടിൽ ഭാരപ്പെടുന്ന അനേകായിരങ്ങളുണ്ട്. മാരകമായ ഈ രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേദനയോടുകൂടി കഴിയുന്നതായ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നാളെ ലഭിച്ചു കൊള്ളണമെന്നില്ല. ഇന്നത്തെ അവസ്ഥയിലാകുമോ നാളെ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധ്യമല്ലാത്ത ഒരു ലോകത്തിൽ ഈ ഇടയനെ പൂർണ്ണമായിട്ട് അറിയുമ്പോൾ, ഈ കൂരുകൾ താഴ്വരയുടെ അനുഭവത്തിൽ കൂടെ ഇരുന്ന്
ആശ്വസിപ്പിക്കുന്ന വലിയവനായ ദൈവത്തെ കണ്ടെത്തുമ്പോൾ ആ മനോഹാരിത ദർശിക്കുവാനായിട്ട് നിനക്ക് നിന്റെ ജീവിതത്തിൽ സാധിച്ചു. അതിൽ പരം ആനന്ദം നേടുവാനായിട്ടൊന്നുമില്ല. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പൂർണ്ണമായി ഇടയനെ അറിയുവാൻ ആ ഹോസ്റ്റ് ചെയ്ത ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ സങ്കീർത്തനം അറിയുന്നതിനല്ല, ഇടയനെ അറിയുന്നവരായിത്തീരുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയായിത്തീരണം. നിന്റെ വലം കൈക്ക് പിടിക്കുന്ന നിന്റെ വലിയവനായ ദൈവം. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി, നമ്മെ ചുറ്റി പരിപാലിക്കുന്നവനായ ഒരു ദൈവം. നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സിയോൻ പർവ്വതം പോലെ ഉറച്ചതായിരിക്കണം യഹോവയിൽ ആശ്രയിക്കുന്നത്. അവിടെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവം. അതാണ് 125 സങ്കീർത്തനത്തിലൂടെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ശ്രമിച്ചത്. ആ ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുമ്പോൾ അവൻ അനുഗ്രഹിച്ച് വഴി നടത്തുവാൻ മതിയായവന്, നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടാളിയായി കൂടെ ഇരിക്കുന്നവന്, നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ കർത്താവിനോട് മാത്രം ഏറ്റുപറയണം. പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കുക. കഴിഞ്ഞ ദിവസത്തെ ആ ധ്യാനത്തിൻ്റെ അവസാനം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി, ദൈവത്തിലുള്ളതായ വിശ്വാസവും ദൈവത്തിൻ്റെ വിശ്വാസവും, യേശുവിനുള്ളതായ വിശ്വാസവും യേശുവിൻ്റെ വിശ്വാസവും. യേശുവിനുള്ളതായ വിശ്വാസം നമുക്കെല്ലാം ഉണ്ട്. അതിൽ നിന്ന് യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കണം. ഈ വെള്ളം കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ, അനുഗ്രഹിക്കപ്പെട്ട ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരും. ലഭിക്കുന്ന അവസരങ്ങൾ ഈ മനോഹര സാക്ഷ്യത്തിന് ഉടമകളായി ജീവിപ്പാനായിട്ട് നമുക്കിടയായിത്തീരും. എങ്ങനെ, എപ്പോൾ എന്ന് നമ്മൾക്കറിയില്ല. ലോകം വല്ലാത്ത ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നീ ഇതിൻ്റെ ഇപ്പോൾ സംഭവിക്കുന്നതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ വളരെ വലുതായിരിക്കും. 1 മാസമോ 2 മാസമോ 6 മാസമോ കൊണ്ട് സാമ്പത്തിക മേഖലകൾ ശരിയായിക്കൊള്ളണമെന്നില്ല. അനേകം പ്രിയപ്പെട്ടവരുടെ ജോലികൾ നഷ്ടപ്പെടാം. അനേകം ഭാരത്തിലൂടെ കടന്നു പോകും. നാളത്തെ അവസ്ഥ എനിക്കറിയില്ല. ഇന്നയോളം പോറ്റിയവനായ ദൈവം അവനെൻ്റെ ഇടയനാണ്. കൂരിരുത്താനുള്ള അനുഭവത്തിൽ അവൻ എന്നെ വഴി നടത്തുവാൻ ശക്തനാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകാനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ ഇടയായിത്തീരും. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിവേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. രോഗത്തിൻ്റെ അവസ്ഥയിൽ, ഭാരത്തിൻ്റെ അവസ്ഥയിൽ, ഒരു സൂക്ഷ്മാണുവായ ഒരു വൈറസ് അത് സമൂഹത്തിൽ, ലോകത്തിൽ വരുന്നതായ ആ വലിയ വിപത്ത്, അതിനെ കർത്താവേ നിൻ്റെ ഹിതത്തിനനുസരണം ആക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്താൽ അസാധ്യമായിട്ടും ഒന്നുമില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞതായ കർത്താവ്, ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അവൻ കൈവിടാതെ വഴി നടത്തുവാൻ മതിയായവനായ ദൈവം. നിൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ ഭാരങ്ങൾ നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചുകൊണ്ട് അനുഗ്രഹം കണ്ടെത്തുവാനായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.